ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണ് ആദ്യ ബ്ലാസ്റ്റിംഗ് നടക്കുന്നത്. ഈ ഒരു പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി 22 കിലോമീറ്റർ ദൂരം കൊണ്ട് ഇവിടെ നിന്നും നമുക്ക് വയനാട് എത്താനാകും എന്നുള്ളതാണ്. മേപ്പാടിയിലാണ് അടുത്ത തുരങ്കം അല്ലെങ്കിൽ അടുത്ത ഘട്ടം ആരംഭിക്കേണ്ടുന്നത്. അതായത് ഒരു മാസത്തിന് ശേഷം അവിടെ മണ്ണ് മാറ്റുന്ന അല്പം പ്രവർത്തനങ്ങൾ കൂടെ മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് കൂടെ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടക്കുകയാണെങ്കിൽ ഒരേ സമയം തന്നെ ഇരുഭാഗത്തു നിന്നും തുരക്കുന്ന പ്രവൃത്തിയായിരിക്കും സാധ്യമാവുക എന്നുള്ളതാണ്. താമരശ്ശേരി ചുരത്തിൻ്റെ ബദലായാണ് ഇത്തരത്തിലൊരു പാത ഒരുങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാരും എല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു ആദ്യ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന നിമിഷത്തെ നോക്കിക്കാണുന്നത്. കൊങ്കൺ റെയിൽവേയാണ് ഇതിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നത്. നിർമ്മാണ കരാർ ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്കും ആണ് ഉള്ളത്. മറിപ്പുഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന 4 വരി ആർച്ച് സ്റ്റീൽ പാലത്തിൻ്റെ കരാർ പുനിയ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ്. 2134 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്കായി കണക്കാക്കുന്നത്. ഏകദേശം ഇവിടെ നിന്നും ബ്ലാസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തിന് ശേഷമായിരിക്കും മേപ്പാടിയിൽ നിന്നും ബ്ലാസ്റ്റിംഗ് ആരംഭിക്കുക. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാകുമെന്നുള്ളതാണ് നിലവിലെ ധാരണ.